കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കേട്ടത് ഏറ്റവും ശ്രദ്ധിക്കത്തക്കതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യമാണ്. ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ അവൻ വിജയിക്കുന്നതും സന്തോഷിക്കുന്നതും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് വളരെ വളരെ ശ്രദ്ധിക്കത്തക്കതായ ചില കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ തൻ്റെ അധ്വാനവും ശ്രദ്ധയും രാവിലെ മുതൽ വൈകുന്നേരം വരെയും ശ്രദ്ധിക്കുന്ന അദ്ദേഹത്തിൻ്റെ നായയാണ്. അദ്ദേഹത്തിന് ഒരു നായുണ്ട്. തന്നെപ്പോലെ തന്നെ അതിനെ സ്നേഹിക്കുന്നു. തൻ്റെ ഭാര്യയോടാണോ തൻ്റെ കുട്ടികളോടാണോ സ്നേഹമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ ഒരു പക്ഷേ കൂടുതൽ സ്നേഹം ഈ നായിനോടാണ്. അത്രമാത്രം അവർ തമ്മിലുള്ള ബന്ധമാണ്. അങ്ങനെ ജീവിക്കുന്നു. അങ്ങനെ ആ മനുഷ്യൻ അസ്തമിച്ചു പോകും. നമ്മൾ വടക്കേന്ത്യയിലേക്കൊക്കെ ചെല്ലുമ്പോൾ കണ്ടിട്ടുണ്ട്. അതായത് ഒരു ഭിക്ഷക്കാരൻ കൈനീട്ടി ഒരു 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 ഒരിറ്റ് ഭക്ഷണത്തിനോ അല്പം എന്തെങ്കിലും ഒരു ധർമ്മത്തിനോ കൈ നീട്ടുമ്പോൾ അവനെ ആട്ടി ഓടിച്ചതിന് ശേഷം തൊട്ടു പുറകെ ഒരു പശു വരുമ്പോൾ ആ പശുവിന് വീട്ടിലിരിക്കുന്ന ഏറ്റവും മേത്തരമായ ഭക്ഷണം, അതായത് ചപ്പാത്തി, പരിപ്പ് കറി, സവാളകൾ, അങ്ങനെയുള്ള എല്ലാ വിഭവങ്ങളും കൂട്ടി ഭക്ഷണം ആ മൃഗത്തിന് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. നമ്മൾ കാണുമ്പോൾ സങ്കടം വരും. പക്ഷെ പ്രായോഗികമായിട്ട് നോക്കുമ്പോൾ സ്പഷ്ടമായിട്ടൊരാൾ പറഞ്ഞതാ, നിങ്ങൾ എന്തിനാ ഈ ഈ ഇത് ഇത് നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്? അതായത് ഒരു മനുഷ്യൻ കുട്ടികളെയും അനാഥരെയൊക്കെ വളർത്തുന്ന ഒരു ഒരു പ്രസ്ഥാനമാണ്. കുറച്ച് പേരേ ഉള്ളൂ. അവരെ വളർത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും മറ്റൊരാൾ ചോദിക്കുക, നിങ്ങൾ എന്ത് നേട്ടം കിട്ടാൻ വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് എന്ത് നേട്ടം കിട്ടാൻ വേണ്ടിയിട്ടാണ്? കാരണം ഈ പോറ്റുന്ന ആൾക്കും അറിയാം ഈ കൂടെ വന്നിരിക്കുന്ന ഒരു ഒറ്റ എണ്ണത്തിന് അടിസ്ഥാനപരമായിട്ട് അല്ലെങ്കിൽ ഉള്ളുകൊണ്ടുള്ള സ്നേഹവും ഇല്ല. പക്ഷെ മനുഷ്യനല്ലേ എന്നുള്ള നിലയിൽ അത് ജീവിക്കുക. മറ്റതിന് പകരം അദ്ദേഹം വളർത്തുന്നത് വേറെ ചില മൃഗങ്ങളെയാണ്. കാരണം നിങ്ങൾ അവിടെ വന്ന് കാണാനാണ് അദ്ദേഹം പറയുന്നത്. കാരണം ആ മൃഗങ്ങൾക്ക് അത് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെതായ എന്ത് നമ്മൾ ചെയ്തോ അതിൻ്റെ സ്നേഹം അവർക്കുണ്ട്. കുഴങ്ങിപ്പോവില്ലേ? ശരിക്കും സാധാരണ ദൈവത്തിൻ്റെ വചനം പഠിക്കുന്ന ഒരാള് ശരി സത്യമല്ലേ അയാൾ പറയണേ? പറയുന്ന സത്യം. നമ്മള് ഈ ഗാസിയാബാദില് അവരുടെ ഒരു സാക്ഷ്യം കേട്ടിട്ടുണ്ട്. ഒരു മനുഷ്യസ്നേഹിയായ ഒരു മനുഷ്യൻ വഴിയിൽ കിടന്ന ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നു. അതിന് കൃത്രിമമായിട്ട് പാല് കൊടുത്ത് അതിന് വേണ്ട എല്ലാം ചെയ്ത് ഇയാൾ വിവാഹം കഴിച്ചിട്ടില്ല. ഇയാളുടെ മുഴുവൻ സ്വത്തും അയാൾക്ക് വേണ്ടിയിട്ട്, ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് അധ്വാനിപ്പിച്ച് ഇവനെ നല്ല മിടുക്കനായിട്ട് വളർത്തി. അവന് വിദ്യാഭ്യാസം കൊടുത്തു. അവന് വേണ്ട സകല കായികമായിട്ടുള്ള അഭ്യാസങ്ങളും എല്ലാം കൊടുത്തതിന് ശേഷം വളർന്നു വന്നു. അത് കഴിഞ്ഞ ഒരു ദിവസം അവൻ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ, പഠിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ സംശയം തോന്നി. നോക്കിയപ്പോഴും അവൻ ലഹരിക്ക് അടിമയാണ്. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ എത്ര കൊടുത്താലും മതിയാവില്ല. ഒടുവിൽ ചുരുക്കം പറയുന്നത് ആ എടുത്തു വളർത്തിയ കുഞ്ഞ് ആ വൃദ്ധനായ മനുഷ്യനെ കൊന്നു. അങ്ങനെ അവൻ ജയിലിലേക്കും പോയി. ഇയാളുടെ സ്വത്തുക്കളും ഇത് മുഴുവൻ അനാഥരാകുകയും ചെയ്തു. പറയുന്നവർക്ക് എന്താ പറയാ, ആ സമയത്ത് ഒരു നായിനെ മേടിച്ച് വളർത്തിയെങ്കിലോ അല്ലെങ്കിൽ കുറച്ച് ആടുകളെ മേടിച്ച് വളർത്തിയെങ്കിലോ ആ ജീവിതം മുഴുവനും അയാൾക്ക് സ്വസ്ഥമായിട്ട് ജീവിച്ചത് മരിയാമായിരുന്നു. മനുഷ്യൻ ചിന്തയിൽ മുട്ടിപ്പോകുന്ന പല വിഷയങ്ങളാണ്. എന്നാൽ കർത്താവിന്റെ വചനം പറയുന്നത് ദൈവത്തിന് മുൻപാകെ അതിന് ആര് ഏത് പ്രതികരണം ചെയ്യട്ടെ, അത് നമുക്ക് പ്രശ്നമല്ല. ദൈവത്തിന് മുമ്പാകെ ഒരു മനുഷ്യൻ വിലപ്പെട്ടവനാകണമെങ്കിൽ ഒരു മറ്റുള്ള മനുഷ്യരുടെ പ്രാണനെ മാനിക്കുന്നവനായിരിക്കും. മൃഗങ്ങളെക്കാൾ ഉപരിയായ ഒരു പ്രാണൻ ഈ മനുഷ്യനിലുണ്ട്. അപ്പുറത്ത് അതിനേക്കാൾ ഭംഗിയുള്ളതും വില കൂടിയതുമായിട്ടുള്ള മൃഗങ്ങളുണ്ട്, അത് ശരി. പക്ഷേ സകലത്തേക്കാൾ വില കൂടിയ ഒരു പ്രാണൻ, ഒരു ആത്മാവ് ഉള്ളതാണ് മനുഷ്യൻ. അത് മാനിക്കാതെ പറ്റില്ല എന്ന് ആര് ദൈവത്തെ ഭയപ്പെട്ട് മാനിക്കുന്നുവോ അവൻ നിശ്ചയമായിട്ടും മാനിക്കപ്പെടും. അതിന് സംശയമില്ല. അവിടെ ആ ദർശനമാണ് ഇവിടെ പറയുന്നത്. ശൗല് ദാവീദിനെ കൊല്ലാൻ നടക്കുക. ചിന്തയുണ്ടോ? ശൗലിന് ചിന്തയുണ്ടോ? എത്രയോ പേര് ശൗല് പോറ്റി രക്ഷിക്കുന്നവനാണ്. ദാവീദിനെ കൊല്ലാൻ നടക്കുക. ഒടുവിൽ
ദാവീദിന്റെ കയ്യിൽ ശൗലിനെ കിട്ടി. ആരും ചോദിക്കാനില്ല. കൊന്നു കളഞ്ഞാൽ ആരും ചോദിക്കാനില്ല. അന്നപ്പോ ചെയ്തില്ല. ചെയ്തു കഴിഞ്ഞതിന് ശേഷം കാര്യം വെളിച്ചത്തായി കഴിഞ്ഞപ്പോൾ ദാവീദ് പറഞ്ഞ വാക്കാണ്, ശൗലേ, ഇന്ന് നിന്നെ ദൈവം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതാ. ഞാൻ ചെയ്തില്ല, ഞാൻ കൊന്നില്ല നിന്നെ. ഇന്ന് നിന്റെ പ്രാണൻ എനിക്ക് വിലയേറിയതായിരുന്നു. കാരണം നീ ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിലും നിന്റെ ഉള്ളിൽ ഒരു ആത്മാവുണ്ടെന്ന് എനിക്കറിയാം. അതിനെ ഞാൻ മാനിക്കുന്നു. അങ്ങനെ നിന്റെ പ്രാണൻ എനിക്ക് വിലയേറിയതായി തോന്നിയതുപോലെ എൻ്റെ പ്രാണൻ എൻ്റെ ദൈവത്തിന് വിലയേറിയതായി തോന്നിയാൽ മതി. അത്രേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നായ്ക്കളെ വളർത്തുന്നവരും ആടുകളെ വളർത്തുന്നവരും ചിമ്പാൻസിനെ വളർത്തുന്നവരും കടുവയെ വളർത്തുന്നവരും ഇതെല്ലാം കാരണം സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട്, തിരിച്ച് സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ഓരോന്ന് ചെയ്യുന്നു. അവർക്കൊക്കെ അത് കിട്ടുന്നുണ്ടായിരിക്കാം, സാക്ഷ്യം ശരിയായിരിക്കാം. മനുഷ്യനെ സ്നേഹിക്കുന്നവർക്ക് അതിൻ്റെ വ്യക്തമായ പ്രതിഫലം കിട്ടുന്നുണ്ടായിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ വരണം, ദൈവത്താൽ മാനിക്കപ്പെടണമോ മറ്റുള്ളവൻ്റെ പ്രാണനെ മാനിക്കാം. ഈ മനുഷ്യൻ അവൻ ഒരു മൃഗത്തെ പോലെയല്ല, പക്ഷികളെ പോലെയല്ല, ഇഴജാതികളെ പോലെയല്ല. അതിനേക്കാളെല്ലാം ഉപരിയായി ഇവൻ്റെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്, ഇവൻ്റെ ഉള്ളിൽ ഒരു പ്രാണനുണ്ട്. അത് നമ്മൾ മാനിച്ചു കഴിയുമ്പോൾ, അത് നമ്മുടെ ശത്രുവാകട്ടെ, ദാവീദിന്റെ ശത്രുവാണ് ശൗല്, ശത്രുവാകട്ടെ, അവനിൽ ആ പ്രാണാനുഭവം ഉണ്ടെന്ന് കണ്ട് അവനെ മാനിച്ചാൽ ദൈവം നമ്മുടെ പ്രാണനെയും മാനിക്കും. നമ്മുടെ പ്രാണനും ദൈവത്തിനും ഭാഗവിലേറിയതായിരിക്കും. മുട്ടുമടക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശുവേ, ദൈവമേ, സ്വർഗസ്ഥ പിതാവേ,